മുൻ ഭർത്താവിന് പാരമ്പര്യമായി ലഭിച്ചതും ലഭിക്കാവുന്നതുമായ സ്വത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ടായിരിക്കും. വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നഷ്ടപരിഹാരമായി നൽകേണ്ട സ്വത്തിന്റെ അളവ് കോടതിക്ക് തീരുമാനിക്കാം. ഉഭയസമ്മതപ്രകാരം മാത്രമേ കോടതി വിവാഹബന്ധം വേർപെടുത്താൻ അനുവദിക്കാവൂ എന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇത്ര മാത്രം ഒരു പണം അത് വാങ്ങി വിവാഹം വേർപെടുത്തുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞൊരു കരാറുണ്ടാക്കി വിവാഹം നടത്തുന്ന ഒരു രീതി അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ രീതി ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ ഓഗസ്റ്റ് 5-ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വിവാഹ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. സർക്കാർ ആദ്യം നൽകിയ ഭേദഗതിയിൽ സ്ത്രീക്ക് പകുതി സ്വത്തിന് അവകാശം നൽകാനായിരുന്നു തീരുമാനം. പിന്നീട് മുൻ ഭർത്താവിന്റെ സ്വത്തിന്റെ അളവും ബന്ധത്തിലുള്ള കുട്ടികളെ ആര് സംരക്ഷിക്കുന്നുവെന്നും നിരീക്ഷിച്ച് കോടതിക്ക് തീരുമാനിക്കാമെന്ന് ഭേദഗതി വരുത്തി. വിവാഹബന്ധം വേർപെടുത്തിയ ഭാര്യയ്ക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജഡ്ജിയാണ് എന്ന് കോടതിയാണ് എന്ന് പറയുന്നിടത്ത് ഒരു ആശങ്കയുണ്ട്. മുൻ ഭർത്താവ് സ്വന്തമായി സമ്പാദിച്ച സ്വത്തിലും സ്ത്രീക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള നിയമ ഭേദഗതിക്കും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിവാഹ നിയമ ഭേദഗതി നിയമത്തിൽ 13F എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്താനാണ് ആലോചന. പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യം ചർച്ച ചെയ്യും. ഇങ്ങനെ സ്ത്രീക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാകുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. അവർക്കറിയാം ഇത് എങ്ങനെ ഈ വിവാഹബന്ധം വേർപെടുത്തിയാലും ഇത്ര കാശ് കൊടുത്താൽ ഈ ബന്ധത്തെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കണം ഇത്തരം ഒരു നിയമം തീർച്ചയായും പാസ്സാക്കേണ്ടത്. ലിജോ വർഗീസ്, മീഡിയ 1.